رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം നമുക്ക് അള്ളാഹു എപ്പോഴും ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിനെ ഓർക്കാനും പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മൾ എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ റബ്ബിന് മുമ്പിൽ കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടിമകളാണ് അല്ലെ, റബ്ബിന്റെ അടിമകളാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളെ റബ്ബാണ് അല്ലെ. അത് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ ഒരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും പരിശോധിക്കണം അല്ലെ. പരിശുദ്ധ റമദാനിലേക്ക് ഇനി എണ്ണപ്പെട്ട വളരെ കുറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് മണിക്കൂറുകൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ദിവസങ്ങൾ എന്ന് പറയാനില്ല. അത്രയും നമുക്ക് പറയുമ്പോൾ ഭയങ്കര വേഗതയല്ലേ അല്ലെ. നമ്മള് റജബ് പറഞ്ഞ് ഷാബാൻ പറഞ്ഞ് ഇപ്പൊ ഇതാ ഒരു പറഞ്ഞ ദിവസങ്ങളിലേക്ക് ഇനി ഒരാഴ്ച എന്ന് പറയാനില്ല അല്ലെ. മിക്കവാറും നമ്മളടുത്ത തിങ്കളാഴ്ച ഈ നോമ്പിലായിരിക്കും അല്ലെ ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും റമദാനിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആത്മാർത്ഥമായ എല്ലാവരുടെയും പ്രാർത്ഥന നല്ലപോലെ ഉണ്ടാകണം. പരിശുദ്ധ റമദാൻ നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തില് അവന്റെ കിട്ടുന്ന ഒരു വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹു പരിശുദ്ധ റമദാനിലേക്ക് എത്താനും അതുപോലെ എത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു കാര്യമാണ് കർമ്മങ്ങൾ നന്നാക്കി ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ റമദാനിൽ എത്തിയാലും അല്ലെ നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. പിന്നെ നല്ല തൗഫീഖിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ആഫിയത്ത് വേണം അല്ലെ, ആരോഗ്യം വേണം, സമയം വേണം. എല്ലാം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം നന്നാക്കി ചെയ്യാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ എല്ലാം ഉണ്ടായാലും ചിലപ്പോ ചെയ്യാൻ കഴിയണമെന്നില്ല അള്ളാന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ. അല്ലെ, നമ്മളെ ചുറ്റും നല്ല ആരോഗ്യവാന്മാരായ ആരോഗ്യ ദൃഢഗാത്രരായ ഒരുപാട് സമയമുള്ള നല്ല ആഫിയത്തുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും അല്ലെ. പക്ഷെ എല്ലാവരും ഇബാദത്തിലായിക്കൊണ്ടിരിക്കുന്നില്ല. എപ്പോഴും ശരിക്കും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ഇപ്പോഴും എന്താ പറയാ ശരിയായ ഒരു അറിവിലേക്ക് എത്താത്ത ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളത് സത്യത്തിലൊരു വല്ലാത്തൊരു പ്രയാസം നൽകുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുള്ളത്. നമ്മളിപ്പോ അൽഹംദുലില്ലാ ശരിക്കും ഈ ഗൂഗിൾ മീറ്റില് കയറുന്ന ക്ലാസ് എപ്പോഴും കേൾക്കുന്ന ഓരോരുത്തരും റബ്ബിന് എന്താ പറയാ എപ്പോഴും ശുക്ർ ചെയ്യണം അള്ളാഹിനോട്. അൽഹംദുലില്ലാ. കാരണം നമുക്ക് കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരെ നിയോഗിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോ അൽഹംദുലില്ലാ ബാങ്ക് കൊടുക്കുമ്പോ അത് ശ്രദ്ധിക്കണമെന്നും അത് കേൾക്കുമ്പോ ജവാബ് ചെയ്യണമെന്നും അതിന് ദുആ ചെയ്യണം, അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് സലാത്ത് ചെല്ലണമെന്നും. ഒരു മിനിറ്റ്. അതിനുശേഷം ഉള്ള പ്രാർത്ഥന അല്ലെ സ്വീകാര്യമായ പ്രാർത്ഥനയാണെന്നും എല്ലാം നമുക്ക് പിന്നെ അറിയുന്നുണ്ടല്ലോ നമുക്കത് ചെയ്യാനും അതിന്റെ മഹത്വം മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. അതറിയാത്ത എത്രയോ ആളുകൾ ബാങ്ക് കേൾക്കുമ്പോ അശ്രദ്ധമായി അത് ശ്രദ്ധിക്കാതെ ജവാബ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് എത്ര ആൾക്കാർ ജീവിക്കുന്നു. പക്ഷെ നമുക്ക് ബാങ്ക് കേൾക്കുമ്പോ അല്ലേ ബാങ്ക് വിളിക്കുന്നുണ്ട്, അള്ളാഹു വിളിക്കുന്നുണ്ട്, അള്ളാഹുന്റെ വിളിയാണ്, അള്ളാഹു നിസ്കാരത്തിലേക്ക് നമ്മളെ വിളിക്കുന്നതാണ്. ഹയ്യാല സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ. ഇതാ വിജയത്തിന്റെ ഒരു മാർഗമാണ് അള്ളാഹു നമ്മളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന നിസ്കാരം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനും ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം പറയാനും അതിന് ഇത്രയും മഹത്വം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ആ സമയത്ത് നമുക്ക് ദുആ ചെയ്യാനും എല്ലാം സാധിക്കുന്നത് എന്തുകൊണ്ടാണ്?
നമുക്കത് അറിയുന്നുണ്ട് എന്നല്ലേ, അൽഹംദുലില്ലാ. അത് നമുക്ക് എങ്ങനെ അറിഞ്ഞത്? ഇങ്ങനെ നിരന്തരമായ ക്ലാസ് കേട്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇപ്പോ മാഷാ അല്ലാ നമ്മളിലെ ഭൂരിപക്ഷം അല്ലെ, മാഷാ അല്ലാ, ഈ ക്ലാസ് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും എന്ത് പണി ഉണ്ടായാലും അതൊക്കെ അവിടെ വെച്ചില്ലേ, ബാങ്ക് കേട്ടാല് ഒക്കെ മാറ്റി വെച്ച് വേഗം നിസ്കരിക്കണം എന്നുള്ള ഒരു ചിന്തയില് പോകുന്ന ആൾക്കാരാണ് അല്ലെ. അൽഹംദുലില്ലാ, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വിശ്വാസം തെറ്റൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ സഹോദരിമാരെ. ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാരും അധികം വൈകിക്കാതെ ബാങ്ക് കൊടുത്താൽ ഒരു 10-15, ഒരു കൂടിപ്പോയ അരമണിക്കൂറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും എല്ലാവർക്കും ഇത്തിരി വൈകുന്ന നിസ്കാരം ചിലപ്പോൾ ദുഹറായിരിക്കും. ബാക്കി എല്ലാ സമയത്തിനും എന്നെ നിസ്കരിക്കുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അധികം വൈകിക്കരുത് കേട്ടോ. അന്ന് ഞാൻ നേരത്തെ റമദാനിന് വേണ്ടി ഒരുങ്ങുന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒളുവൊക്കെ എടുത്തിട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടിക്കലാക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പ്രാക്ടിക്കലാക്കാം. അറ്റ്ലീസ്റ്റ് മഗ്‌രിബെങ്കിലും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പറയുന്ന എനിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് എന്തൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളെ ആ ഒരു സമയത്ത് നിസ്കാരത്തിന് വൈകിപ്പിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തരും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ വെച്ച് തരും. എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ നമുക്ക് അനുഭവിപ്പിച്ച് തരും. അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കരുത്. ഒക്കെ ഇബ്ലീസിന്റെ തന്ത്രങ്ങളാണ് അല്ലെ. നമ്മളെ കറക്റ്റ് ടൈമില് നമ്മള് കറക്റ്റ് നിസ്കാരവും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്താല് അവന് തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ റബ്ബിലേക്ക് അടുക്കുന്ന കാര്യമാണ് അല്ലെ. റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്ന കാര്യങ്ങളിൽ വിഘാതം സൃഷ്ടിക്കുക, അതിനെ തടസ്സം ഉണ്ടാക്കുക, അതിനെ വൈകിപ്പിക്കാന്നുള്ള പരിശ്രമം ഇബ്ലീസിന്റെ ഭാഗത്തു നിന്ന് കഠിനമായിട്ടുണ്ടാവും. നമ്മൾ എത്രത്തോളം റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം നമ്മളെ പിന്തിരിപ്പിക്കാനും പിന്നോട്ട് വലിപ്പിക്കാനും ഏതെല്ലാം രീതിയിൽ നമ്മളെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റാൻ സാധിക്കും ആ രീതിയിലൊക്കെ ഇബ്ലീസ് എന്താക്കും, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. നമ്മള് അവന് നിന്ന് കൊടുക്കരുത്, ഒരു തരത്തിലും നമ്മൾ നിന്ന് കൊടുക്കരുത്. സമയത്തിന് തന്നെ നമ്മൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് സമയം വൈകിപ്പിക്കുന്ന, തെറ്റിക്കുന്ന, തടയുന്ന കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുക. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും നമ്മൾ ഒരു മുസ്ലിം ആകാൻ, ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ എന്താക്കാൻ പാടില്ല, ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ വൈകാൻ പാടില്ല. എന്നെ വിളിച്ചത് ആരാന്ന്? എന്നെ വിളിച്ചത് ആരാ അല്ലെ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഭർത്താവോ നമ്മളെ മാതാപിതാക്കളോ നമ്മളെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് മറുപടി കൊടുക്കൂലേ? അവരെ വിളിച്ചാൽ നമ്മൾ എടുക്കും അല്ലെ, മറുപടി കൊടുക്കും, മെസ്സേജിന് റിപ്ലൈ കൊടുക്കും എല്ലാം. നമ്മൾ ഫോൺ എടുത്താല് അല്ലെ ഏറ്റവും ആദ്യം നമ്മൾ മറുപടി കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഒരുപാട് മെസ്സേജുകൾ കിടക്കും നമ്മൾ ഫോൺ ഓൺ ആക്കുമ്പോൾ, വാട്സപ്പ് ഓൺ ആക്കുമ്പോൾ. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം മറുപടി കൊടുക്കുന്നത് ആർക്കായിരിക്കും? നമുക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ വോയിസോ അല്ല എന്തെങ്കിലും മെസ്സേജ് കാണുമ്പോൾ അത് എന്തായിരിക്കും എന്ന് അറിയാൻ നോക്കൂല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും ആദ്യം മറുപടി കൊടുക്കുന്നുണ്ടാവും അല്ലെ? ഫോൺ എടുത്താൽ ചിലപ്പോ ഏറ്റവും ആദ്യം കിടക്കുന്ന മെസ്സേജിനായിരിക്കാം. എന്നാലും കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടത്തിന് എന്തായാലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതിരിക്കൂല അല്ലെ? അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആദ്യം നോക്കൂ. എന്താ വെച്ചാൽ നമുക്ക് എന്താ അവിടെ ആവശ്യമുണ്ട്, നമ്മുടെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലെ, അവരിലൂടെ നമുക്ക് ചിലപ്പോൾ സാധിക്കാനുണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നാൽ നമുക്ക് എന്തിനേക്കാളും ഏതിനേക്കാളും എല്ലാരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തരാൻ കഴിവുള്ളവനായ, നമ്മൾക്ക് അല്ലെ എന്തിനും നമുക്ക് ചോദിച്ചാല് ഒരു മടിയുമില്ലാതെ തരാൻ തയ്യാറായിട്ടുള്ള, ചോദിക്കുന്നത് ഇഷ്ടമുള്ള, ചോദിക്കാതിരിക്കുന്നത് വെറുക്കുന്ന, അത്രയും നമ്മുടെ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, നിയന്താവായ, അനുഗ്രഹങ്ങളുടെ ദാതാവായ അല്ലെ, നമ്മളെ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ പൊതിയുന്ന നമ്മുടെ റബ്ബിന്റെ വിളിക്ക് നമ്മൾ എന്തിനാണ് അമാന്തം കാണിക്കുന്നത്? നമ്മൾ അതെന്തിനാ മാറ്റി വെക്കുന്നത്? അള്ള വിളിച്ച് നമ്മൾ ഇപ്പൊ വരാം, എന്നിട്ട് നമ്മൾ പോകുന്നില്ല. എന്ത് അല്ലെ, നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ നമ്മളെ അവസ്ഥ. നമ്മളെ ഉമ്മ നമ്മളെ വിളിക്കുന്നു, ഇപ്പൊ വരാം. അപ്പോ പറയും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കുന്നു വിചാരിച്ചു. അപ്പൊ ഇതാ ഇപ്പൊ വരാം. വരാം. പിന്നെയും വിളിച്ചു. പിന്നത്തെ വിളി എന്തായിരിക്കൂ? നമ്മള് മക്കള് വിളിക്കുന്നതെന്ന് ഓർത്ത് നോക്കിക്കോ അല്ലെ? പിന്നത്തെ വിളി നമ്മളത് എന്തായിരിക്കൂ? ഒരു വട്ടം വിളിച്ച്, രണ്ടു വട്ടം വിളിച്ച്, മൂന്നാമത്തെ വട്ടം വരാ, എന്നിട്ട് വരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ആ വിളിന്റെ ആക്രോശം അല്ലെ? സുബ്ഹാനല്ലാഹ്.
നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളെ റബ്ബ് വിളിക്കുന്നത് എന്തിനാ? വിജയത്തിന് വേണ്ടിയിട്ടല്ലേ? നമ്മളെ ജീവിത വിജയത്തിന് അള്ളാഹു തയ്യാറാക്കിയ ഒരു കാര്യം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എത്ര നിസ്സാരമായിട്ടാണ് അതിനെ കാണുന്നത് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു എനിക്ക്. നമ്മള് ഞാൻ എപ്പോഴും ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയത്തിനെ ഒന്ന് ക്രമീകരിക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രണത്തിൽ വന്നില്ല എന്ന് വരാം. എന്നാൽ പോലും നമ്മൾ എവിടെയാണോ എത്തിപ്പെട്ടത് ആ സമയത്ത് നിസ്കാരം, ബാങ്ക്, അത് പിന്നെ അത് അവിടെ എത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ പയ്യെ ഒന്നിച്ച് അങ്ങനെ ആ ഒരു ചിന്തയിൽ നമ്മൾ ഉണ്ടാകാനേ പാടില്ല. നമ്മൾ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് അറിയോ? അല്ലെ? നമ്മള് കൃത്യസമയത്ത് നമ്മൾ വീട്ടിലെത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അല്ലെ? നമ്മളൊരു നിസ്കാരം വൈകിപ്പിച്ചിട്ട് പിന്നെ നിസ്കരിക്കുക, പിന്നെ ഒരു സമയത്ത് ഇനി സമയമുണ്ടല്ലോ, അത് വീട്ടിലെത്തിയിട്ട് നിസ്കരിച്ചോളാം. ചില ആൾക്കാർ അങ്ങനെ പറയുന്നത് എന്താ, എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇത് കേൾക്കുമ്പോ. പിന്നെ ഇത് അല്ലെ ളുഹറിന്റേത് അസർ വരെ സമയമുണ്ടല്ലോ വീട്ടിലെത്തി. നമ്മളാ പോകുന്ന വഴിക്ക് നമ്മളെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയട്ടെ. നമ്മളെങ്ങാനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മരണം അപ്പൊ എന്താ, നമ്മളൊരു ഫർള് നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരാളായിട്ടാണ് നമ്മൾ എന്താകുന്നത്, മരിച്ചു പോകുന്നത്. മരിക്കൂലേ? എപ്പോ വേണമെങ്കിലും മരിക്കൂലേ? ആരും എപ്പോ വേണമെങ്കിലും മരിക്കാം അല്ലെ? ആരും മരിക്കാതിരിക്കൂല. ഇന്ന് നമ്മളെ ഗ്രൂപ്പിലെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മരണത്തിന്റെ കാര്യം, മരിച്ചതിനെ വേഗം മയ്യത്ത് എടുക്കാൻ പറഞ്ഞു. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് വേഗം വർത്താനം മാറ്റി, എല്ലാവരും മരിക്കുമല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചർ ഞാൻ മരിച്ച ടീച്ചർ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വരണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം മരിക്കുക, അപ്പൊ നിങ്ങൾ വരേണ്ടി വരും. അപ്പൊ പറയാ അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല അല്ലെ? നമ്മൾ ആരും എന്താണ് ഇവിടെ ശാശ്വതമായി നിൽക്കേണ്ടവരല്ല. പിന്നെ ആരാ ആദ്യം പോകാ നമുക്ക് ആർക്കും അറിയാത്ത കാര്യം. എന്തായാലും പോകുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടല്ലേ? ആരും പോകാതെ ബാക്കിയാകൂല, എല്ലാരും പോവേണ്ടവരാണ്. അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു നന്മ ചെയ്യുന്നതിൽ നമ്മൾ എന്താക്കൂല, വൈകിപ്പിക്കൂല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മള് ഒരു കാര്യവും ഒരു കാരണവും ഇല്ലാതെ വെറുതെ നമ്മൾ നിസ്കാരം വൈകിപ്പിക്കാനേ പാടില്ല. വേഗം നിസ്കരിക്കണം എന്നുള്ള ചിന്ത തന്നെ ഉണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ജോലി കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുക. നജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ കുളിച്ചിട്ടേ നിസ്കരിക്കാൻ പറ്റൂ എന്നൊന്നും ചിന്തിക്കണ്ട. ഇല്ല, നമ്മളെ വസ്ത്രത്തിലായിരിക്കുമല്ലോ നജസ്, അപ്പൊ എന്താക്കാം, അത് മാറ്റി വേറെ എന്നിട്ട് നിസ്കരിക്കാം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്താക്കാം, നമ്മളെ റബ്ബിന്റെ വിളി നമ്മള് പ്രത്യേകം അതിന് മുൻഗണന കൊടുക്കുക. ഇപ്പോഴും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അമാന്തം കാണിക്കുന്ന സഹോദരിമാര് ഈ ഗ്രൂപ്പിൽ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ഉണ്ടെങ്കിൽ മാറാൻ ഇനിയും സമയമായില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ടല്ലേ പരിശുദ്ധ ഖുർആനില്. നിങ്ങൾക്ക് സമയമായിട്ടില്ലേ മാറാന്? അല്ലാഹു അലം യഅനില്ലദീന എന്താണ് സൂറത്തുൽ ഹദീദിലാണെന്നായത് വെച്ചാല്, ഇനിയും നിങ്ങൾക്ക് സമയം അയച്ചില്ലേന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് സമയം അയച്ചില്ലേ മാറാന്? നമ്മളെ ഇഷ്ടങ്ങള് നമ്മള് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ പരിശുദ്ധ റമദാൻ ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത്, ആ നോമ്പായി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ശരിയാക്കാന്ന് വിചാരിക്കണ്ട. ഇനി ഒരാഴ്ചയും കൂടി ഇല്ലെ, ഒരാഴ്ച എന്ന് പറയാൻ ഉണ്ടാകൂല, അത്രയും കുറഞ്ഞ ദിവസങ്ങൾ. അപ്പോ ഈ സമയത്തിലെടുക്ക് ഈ കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അതല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞില്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന്. അപ്പം ആ തഖ്വയിലേക്ക് നമ്മൾ അടുക്കണം അല്ലെ? നമ്മൾ എത്രത്തോളം തഖ്വയുള്ളവരാണ്, മുത്തഖിയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും എന്താക്കാം, പരിശോധിക്കാം അല്ലെ? ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. സ്വയം വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കും. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മൾക്ക് കർമ്മങ്ങൾക്കുള്ള ഒരു സ്ഥലമാണ്. പരലോകമാണെങ്കിലോ ആ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം വാങ്ങാനുള്ള സ്ഥലമാണ്. ആ പരലോകത്ത് എന്തില്ല? അവിടെ കർമ്മങ്ങളില്ല, അവിടെ ചെയ്യാനൊന്നുമില്ല, അവിടെ വാങ്ങാനേ ഉള്ളൂ. നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും, ചീത്തയാണെങ്കിൽ ചീത്ത കിട്ടും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഖൈറാണെങ്കിൽ ഖൈറൻ യറ അല്ലേ? ഷർറാണെങ്കിൽ ഷർറൻ യറ. സുബ്ഹാനല്ലാഹ്.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇവിടെ നമ്മൾ എത്രത്തോളം നന്നായോ അതിനനുസരിച്ചായിരിക്കും നാളെ നമുക്കുള്ള ആ ഒരു നേട്ടം. അപ്പൊ നമുക്ക് സുഖത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും വെറുതെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ പ്രയോജനപ്പെടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അത്ര മാത്രം നമ്മൾ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പലരും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇല്ലേ. ഞാൻ എടുത്തിട്ടുണ്ട്, നസ്രീത്ത് എടുത്തിട്ടുണ്ട്, ആയിഷ എടുത്തിട്ടുണ്ട്, അങ്ങനെ അല്ലാതെ പല ടീച്ചർമാരും എടുത്തു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു എല്ലാവർക്കും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വേറൊരാൾ എന്നെ രാവിലെ വിളിച്ചപ്പോ അവർ പറഞ്ഞു, നമ്മളന്ന് അത്രത്തോളം അങ്ങത്തോളം ആഴത്തിലേക്ക് എത്തിയിട്ടില്ല കർമ്മങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ അങ്ങ് എത്തിപ്പോയി നമ്മൾ വിചാരിക്കാനും പാടില്ലല്ലോ അല്ലെ. എത്തിയിട്ടില്ല നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് നമ്മളെ മനസ്സിൽ. നമ്മൾ ഒരുപാട് ചെയ്ത് നമ്മൾ അങ്ങ് എത്തിപ്പോയി എന്നൊന്നും ആരും വിചാരിക്കണ്ട അല്ലെ. നമ്മൾ ആരും എവിടെ എത്തിയിട്ടില്ല. ഇനി ഒരുപാട് നമുക്ക് എത്താനുണ്ട്, നമുക്ക് ഒരുപാട് എത്തിപ്പിടിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് നേടാനുണ്ട്, നേടിയെടുക്കാനുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാ നമ്മളെല്ലാരും ഉള്ളത് അല്ലെ. ഓടിക്കൊണ്ടേയിരിക്കാം. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കാം. അള്ളാഹുവിലേക്ക് ഓടാം, വേറെ എങ്ങോട്ടേക്ക് ഓടണ്ട. അപ്പം തഖ്വയുള്ളവരാകാ. നോമ്പിലൂടെ അള്ളാഹു തആല നമ്മുടെ മുത്തഖീങ്ങളാക്കാനാണ് അള്ളാഹു നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തഖ്വ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കൾ അല്ലെ, അവരുടെ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അവിടെ 2 ആൾക്കാരും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ബലി നൽകുന്നുണ്ട് അല്ലെ. പക്ഷെ അവിടെ അള്ളാഹു താല ഒരാളിൽ നിന്നാണ് അള്ളാഹു താല സ്വീകരിച്ചത്. ആ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു താല പറയുന്നുണ്ട്, ഫഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളായ ആളുകളുടെ കയ്യിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കും. ആളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ടോ ചെയ്താല് അള്ളാഹുവിന്റെ അടുത്ത് അത് എന്താവൂല, അത് സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാകൂല. സുബ്ഹാനല്ലാഹ്. നമ്മളെ തഖ്വയോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിയത്തോടു കൂടി നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഇഖ്ലാസോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് അള്ളാഹുവിൽ എന്താണ്, സ്വീകാര്യമായ ഒരു അമലാകും അല്ലെ. എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടാകണം എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നമ്മൾ ചെയ്തത് സ്വീകരിക്കണം അല്ലെ. സ്വീകരിക്കപ്പെടുന്ന അമലായി അള്ളാഹു എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മള് മനുഷ്യരാണ്, മനുഷ്യ സഹജമായി നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്, ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവെ അതൊക്കെ നീ പുറത്ത് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മൾ നിസ്കാരത്തില് സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തില് നമ്മൾ പറയുന്നുണ്ടല്ലേ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്ത് നല്ല പ്രാർത്ഥനകളാണ് അതിൽ. ഈ വജ്ബുർനി എന്ന് പറയുന്നില്ലേ, എന്താ അറിയോ, എല്ലാ നിലക്കും ഒരുപാട് പോരായ്മകളും ന്യൂനതകളൊക്കെ നമുക്കുണ്ട്. അതോട് കൂടി തന്നെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ, ഞങ്ങൾക്ക് നീ എല്ലാ പിന്തുണയും നൽകണേ, എല്ലാ ബാക്ക് സപ്പോർട്ടും അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണേ എന്ന് അള്ളാഹിനോട് നമ്മൾ പറയുന്നു. ഇത് പറയുമ്പോ നമുക്കിത് എന്താ പറയുന്നതെന്ന് അറിയൂല, എന്നിട്ട് നമ്മൾ പറയുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല, എല്ലാം നമ്മൾ അറിയണം, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇന്ന് അതൊക്കെ അറിയാനും പഠിക്കാനും ഇഷ്ടം പോലെ ആപ്പുകൾ ഉണ്ട് അല്ലെ, ദുആ ബുക്കുകൾ ഉണ്ട്. മൊബൈൽ ഫോൺ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ നിലക്കും നല്ലതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാം അല്ലെ, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും ഇബ്നു കസീറും തഫ്സീർ ഏതാ വേണ്ട ഒക്കെ വേണമെങ്കിലും നമുക്ക് ഈ ഫോണിൽ കിട്ടാൻ അല്ലെ, ഇന്ന് അവൈലബിൾ ആണ്. സുബ്ഹാനല്ലാഹ്. എന്തും എല്ലാ നല്ലതും കിട്ടും, എല്ലാ ചീത്തയും കിട്ടും. സുബ്ഹാനല്ലാഹ്. നമ്മളിത് ഏത് സ്ക്രോൾ ചെയ്യുന്നു, നമ്മളിത് ഏത് തോണ്ടുന്നു, അതിനനുസരിച്ച് നമ്മള് നാളത്തെ ഒരു എന്താ പറയാ വിചാരണ അതുപോലെ ആയിരിക്കും. ഹസി ആയത്തിലേക്ക് കടന്നോ? ഹസി ഇല്ലാലോ. ഇല്ല 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 ഇല്ല. ഹസിക്ക് നല്ല കോൾഡ് പോലെ. ഇനി കുറച്ചു നേരം ഞാൻ ഈ സക്രത്തുൽ മൗത്ത് വായിക്കട്ടെ, ഹസിയെ സഹായിക്കണമെന്നുള്ളോ? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. അത് എന്താണ്, അലർജിന്റെ പ്രശ്നമാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പ്രയാസം തോന്നുന്നുണ്ടാവും. ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ഹസി ഒരുപാട് ബുദ്ധിമുട്ടി ക്ലാസ് എടുക്കുന്ന പോലെ, അപ്പോ സഹായിക്കാന്ന് വെച്ച് ചോദിച്ചതാ. അള്ളാഹു എളുപ്പമാക്കി. ഹസിക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു.
ഇൻഷാല്ല ഇൻഷാല്ല. കുഴപ്പമില്ല റഷീദത്ത, മാഷാ അല്ലാ, ബാറക്കല്ലാ. അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ നമ്മള് പറഞ്ഞു വന്ന കാര്യങ്ങളിൽ എല്ലാം തഖ്വ അല്ലെ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക കർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന അമലുകളാവണമെങ്കിൽ നമ്മൾ എന്താകണം? നമ്മൾ തഖ്വയുള്ളവരാകണം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അതിന്റെ ഹുദ. അപ്പൊ ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ പരിശുദ്ധ റമദാൻ നമുക്ക് മുമ്പിൽ എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് അധികരിപ്പിക്കാൻ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അതിനെ ഒന്ന് ഉറ്റാലോചിക്കാനും മനസ്സിലാക്കാനും ഒന്ന് തയ്യാറായാൽ കൂടുതൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് സൂറത്തു ആലു ഇമ്രാൻ അല്ലെ. റഷീദത്തെ തുടക്കത്തില് അതിന്റെ മഹത്വം ഒന്നും കൂടി എല്ലാവരും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടി ഞാനും പറയാം എന്തായാലും. കാരണം കുറെ ആളുകൾ പുതിയതായിട്ടുണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും പുതിയ ആൾക്കാർ ഒരു ക്ലാസ്സിൽ ഉണ്ടാകുന്നുണ്ട് തോന്നുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പൊ നമ്മള് ഈ സൂറത്തുൽ ബഖറ, സൂറത്തു ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശ്രേഷ്ഠത ഉള്ള രണ്ട് സൂറത്തുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇഖ്റഉ അസ്സഹ്റാവൈൻ, നിങ്ങൾ ആ രണ്ട് സഹ്റാവൈൻ എന്ന് പറഞ്ഞാല് രണ്ട് പ്രകാശങ്ങൾ, രണ്ട് പൂക്കൾ, അങ്ങനെയൊക്കെ പറയാം. ഉം. ഈ സൂറത്തു ആല ഇമ്രാനും സൂറത്തുൽ ബഖറയും അത് പാരായണം ചെയ്യുന്നതിന് തന്നെ ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്. നാളെ പരലോകത്ത് അത് റബ്ബിന്റെ അടുത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന പറയും. നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ റബ്ബിനോട് ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ മഹ്ശറയില് ഒരു മേഘത്തണൽ പോലെ, ഒരു കൂട്ടം പക്ഷിക്കൂട്ടങ്ങൾ പോലെ, മേഘത്തണൽ പോലെ അത് വരും എന്ന് പറയുന്നുണ്ട് അതിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയണ്ടേ അല്ലെ? എപ്പോഴും ഓദിക്കും, എല്ലാ ദിവസവും കഴിയെങ്കിൽ സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും മുഴുവനും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് അല്പഭാഗമെങ്കിലും നമ്മൾ എന്താക്കാം, ജീവിതത്തില് പതിവാക്കുക. പറ്റുമെങ്കിൽ മനഃപ്പാഠമാക്കുക തന്നെ ചെയ്യാം. സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും. സുബ്ഹാനല്ലാഹ്. അത് പഠിച്ച് അത് മനഃപ്പാഠമാക്കി അതിങ്ങനെ ഓതുമ്പോ ഉണ്ടല്ലോ, അത് കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും വേറെ തന്നെയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇപ്പം ഞാന് അൽഹംദുലില്ലാഹ് പിന്നെ ESLG എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പില് ടീച്ചറാണ്. അപ്പം ഇപ്പൊ സൂറത്തുൽ ബഖറ അതില് 7 and 8 ബാച്ചില് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റുഡൻസ് ഇങ്ങനെ ഓതുന്നുണ്ട്. ഞാൻ പലരുടെയും ഞാനിങ്ങനെ കേട്ടു. അതില് ചിലരൊക്കെ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് പേജ് എത്തുമ്പോ അവര് വിങ്ങി 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 ഇങ്ങനെ കരഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നീങ്ങൂല. ആയത്തുദ്ദീൻ ഓതിക്കഴിഞ്ഞ് പിന്നെ ആ ആമന റസൂലിന്റെ ആ പേജ് ഇങ്ങനെ എത്തുമ്പോഴേക്കുണ്ടല്ലോ അവരിങ്ങനെ എന്താ പറയാ, വികാര നിർഭരായി എന്ന് പറയൂല, അതുപോലെ ഒരു വല്ലാത്തൊരു ആനന്ദ ഒരു കണ്ണീരാണ്. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഞാൻ വിചാരിക്കും ആ ഒരു സന്തോഷം കൊണ്ട് അള്ളാന്റെ ആ കലാം, ആ ഒരു വലിയ കടലിലെ ഒരു ബഹ്റാന്നല്ലേ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ ഓതി തരുമ്പോ അതിലൊരു സഹോദരിന്റെ ഒരു അനുഭവം ഞാൻ പറയാം. അവര് തൊണ്ടക്ക് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ക്യാൻസറാന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ ഒരു മിനിറ്റ്, തൊണ്ടക്ക് ക്യാൻസർ എന്ന് പറയുമ്പോ സൗണ്ടിന് റെസ്റ്റ് വേണം, നല്ല റെസ്റ്റ് കൊടുക്കണം, അധികം സംസാരിക്കാൻ പറ്റൂല. ഇനിയിപ്പോ ഓതാൻ പഠിക്കൽ എന്ന് പറയുമ്പോ പഠനം എന്ന് പറയുമ്പോ അറിയാലോ, റിപ്പീറ്റ് ചെയ്തില്ല ഒരുപാട് തവണ ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് അറിയാം. ഒരായത്ത് നമ്മളത് മനപ്പാഠം നല്ല തറവാകണമെങ്കിൽ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓതണം. ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഓതുമ്പോൾ ഒരായത്ത് ഓതുമ്പോൾ നമ്മൾ ചിലപ്പോൾ കിട്ടും. പക്ഷെ അത് മനസ്സിൽ തറപ്പിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എത്രയോ തവണ അത് ആവർത്തിച്ച് 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 പാരായണം ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അത് നിരന്തരം നമ്മൾ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും അല്ലെ? അങ്ങനെയാ. അപ്പൊ ഈ സഹോദരി ഈ ഒരു അസുഖം ഉണ്ടായിട്ട് അവര് പ്രയാസം ഉണ്ടായിട്ട് അവര് പഠനം നിർത്തിയിട്ടില്ല. അവര് പഠനം നിർത്താതെ അവർ തുടർന്ന് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. അവരിന്ന് ബക്കറ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഒരാഴ്ച മുമ്പ് എനിക്ക് ഓതി തന്നു. അവർ ഓതി ഈ പറഞ്ഞ പോലെ അവർ ഓതി അവസാനം അവരെന്നോട് പറയുന്നുണ്ട്, എനിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇതുണ്ട്, പക്ഷെ എനിക്കിത് ഫുള്ള് ഓതണം എന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നിർത്തിക്കോ, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. പക്ഷെ അവർ പറഞ്ഞില്ല, എനിക്ക് ഓതണം. ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നതല്ലാതെ അവരിങ്ങനെ ഒരു തെറ്റില്ലാതെ ഇങ്ങനെ ഓതുമ്പോ ഞാൻ തന്നെ ഇപ്പുറത്ത് നിനക്ക് ഇങ്ങനെ കരച്ചില് വരുന്നു സത്യം പറഞ്ഞാല്. കാരണം അത്രയും റിസ്ക് എടുത്ത് അത്രയും സ്ട്രെയിൻ ചെയ്ത് അള്ളാന്റെ ആ കലാമിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടല്ലേ അവര് ആ പഠിച്ചിട്ട് അതിങ്ങനെ ഓതി ആ ഒരു അസുഖം. എന്നിട്ട് അവരെന്നോട് അവസാനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ അറിയോ, അവർക്ക് പിന്നെ ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അവർക്ക് ഇല്ലാന്നിപ്പോ. സുബ്ഹാനല്ലാഹ്. അത് മാറി.
ഇപ്പൊ ചെറിയ കുറച്ച് പ്രയാസങ്ങളുണ്ട്, എന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും ഷിഫ കിട്ടിയെന്ന് സുബ്ഹാനല്ലാഹ്. അവരെ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പോ അള്ളാന്റെ കുദ്റത്ത് കൊണ്ട് മാറിയതാണ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ മുമ്പിൽ തന്നെ അള്ളാഹു താല കാണിച്ചു തരുന്നുണ്ട് ഖുർആനിലൂടെ കിട്ടുന്ന ഓരോ നേട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. ശരിക്കും എനിക്ക് അവരന്ന് പോയി തന്നപ്പോ ഞാനും ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞു പോയി സത്യം പറഞ്ഞാല്. കാരണം അവര് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് തുടക്കം മുതൽ ഒരു തെറ്റും ഇല്ലാണ്ട് ആ 286 ആയത്ത് ഓതി തരണമെങ്കിൽ എത്ര മാത്രം അത് പ്രാക്ടീസ് ചെയ്യണം, എത്ര പ്രാവശ്യം അത് ഓതി നോക്കിയിട്ടുണ്ടാകും. എന്നിട്ടല്ല ഒരാളെ മുമ്പിൽ വീഡിയോ കോൾ ഇരുന്നിട്ട് ഓതി തരണമെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത്രയും അല്ലെ സുബ്ഹാനല്ലാഹ്. ആ പരലോകത്ത് അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം. അവര് വിധവയും കൂടിയാണ് മാഷാ അല്ലാഹ്. എന്താ എത്രയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടത്. പിന്നെ ഇവർക്ക് അസുഖവും കാര്യങ്ങളെല്ലാം ആയിട്ട് മക്കളെല്ലാം കാര്യം ഉപ്പയും എല്ലാം നോക്കുന്നുണ്ട് മാഷാ അല്ലാഹ്. എന്താ പറയാ, അവരാ ഈ ഒരു ഖുറാന്റെ ഫീൽഡിൽ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും അല്ലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഖുറാനിലൂടെ ഇനിയും കുറെ പഠിക്കാനും നല്ല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മള് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോ തന്നെ നമ്മള് മാറ്റി വെക്കുന്നത് എന്തായിരിക്കും? ഖുറാനായിരിക്കും അല്ലെ. ഖുറാൻ ഓതുന്നത്, പഠിക്കുന്നത് അല്ലെ, എല്ലാം നമ്മൾ മാറ്റി വെക്കുന്നത് എല്ലാം പരലോകത്തിന്റെ കാര്യങ്ങളായിരിക്കും. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുകയും ചെയ്യില്ല. സുബ്ഹാനല്ലാഹ്. നമ്മള് ഒരു വ്യത്യാസം അതാന്നല്ലേ പഠിച്ചോനെ. അള്ളാഹു നമുക്ക് പരലോകത്തിന്റെ ആളായിട്ട് ജീവിക്കാൻ, ദുനിയാവിന്റെ മക്കളാകണ്ട, നമുക്ക് പരലോകത്തിന്റെ മക്കളായിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് ആലിമ്രാനിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോ അങ്ങനെ പോകും. അപ്പം ഈ ഒരു ശ്രേഷ്ഠതയും മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പഠിക്കാൻ തുടങ്ങുക, പഠനത്തിന് തുടക്കം കുറിക്കുക, പറ്റുന്ന ഹസി പോലെ ഓരോരുത്തരെ പഠിക്കുക. ഹസി ഒന്നും വിചാരിക്കരുത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ആ പോസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഹസി ഒന്നുകൂടെ ആ കാര്യങ്ങൾ പറഞ്ഞാലേ. ഇൻഷാ അല്ലാഹ്. ബാലുശ്ശേരി ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രകാശമാകുന്നത്, അതിലെ അക്കീതയും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് വിവരിക്കുന്നുണ്ട്. അതൊക്കെ അതെ അതെ മനസ്സിലാക്കാൻ അത് ഹസി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ, അതെ ക്ലാസ്സിൽ അതെ അതെ ശല്യം ചെയ്യരുത്. അല്ലല്ല, അതാണ് ശരിക്കും ഈ സൂറത്തുൽ ബഖറ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, സൂറത്തുൽ ബഖറയോ ആല ഇമ്രാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരും. നമ്മളെ ശരിക്കും ഇപ്പം എന്ത് ഒരു കാര്യത്തിന് ഏറ്റവും ആദ്യം ശരിയാവേണ്ടത് നമ്മൾ അഖീദയാണ് അല്ലെ. നമ്മളെ വിശ്വാസം ശരിയാവാണ്ട് നമുക്ക് വേറെ എന്ത് ശരിയായിട്ടും കാര്യമില്ല. അതിന്റെ നമ്മളെ എന്താ പറയാ, അത് സ്ഥാപിക്കാൻ, നമ്മളെ ഈമാനെ ഉറപ്പിക്കാനും നമ്മളെ സഹായിക്കുന്ന 2 അധ്യായങ്ങളാണ്. അപ്പൊ അത് വെറുതെ പാരായണം ചെയ്ത് നമുക്ക് കിട്ടൂല അല്ലെ. അതിന്റെ അർത്ഥവും ഇതൊക്കെ പഠിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയിലുണ്ടല്ലോ. നമ്മൾ ചിലപ്പോ ഒന്നും പറയാത്തതായിട്ട് ഒന്നും ഇല്ലാന്ന് തോന്നും. അത്രമാത്രം ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തുൽ ബഖറയിലൂടെ, അതുപോലെ ആലിമ്രാനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ഒരു ചെറിയൊരു 1 മിനിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ അതൊന്നും കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും അതേപോലെ മനസ്സിലാക്കാൻ ഒരു നൽകട്ടെ. കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി പറയട്ടെ ഹസി. പറഞ്ഞോളൂ ഇപ്പൊ പറഞ്ഞോളൂ. ഐഷന്റെ ബക്കറ നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ. ചില അതെ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം കിട്ടാറില്ല. കൂടുതൽ ചോദ്യങ്ങൾ ഇബ്ലീസിന്റെ ഒരു തന്ത്രമാണല്ലോ. അത് അതെ നമ്മൾ ഒന്ന് ഒതുക്കി പഠിക്കുന്ന, പക്ഷെ ഇതിങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ അള്ളാഹു അതിലൂടെ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. ചെറുപ്പത്തില് തീർച്ചയായും. ഉസ്താദുമാരെ കളിയാക്കുന്ന എന്റെ ഒരു ചോദ്യമായിരുന്നു, മീന് ചത്തിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് എന്ന്. പക്ഷെ പിന്നീട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിവരം അറിഞ്ഞു തുടങ്ങിയപ്പോൾ അതൊക്കെ ഒരു പാഴ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പക്ഷെ അതിനുള്ള ഉത്തരം ഈ ഇടയ്ക്ക് അതിൽ നിന്ന് കിട്ടി. അൽഹംദുലില്ലാ. അള്ളാഹു പറയുന്നുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. അതെ മത്സ്യം അതെ 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 ചത്താലും അതെ അതെ കുഴപ്പമില്ല. അതെ അതേപോലെ നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എത്ര ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന് ഇല്ല എന്നുള്ളത് എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത് അല്ലേ. അതെ അതെ അതെ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ് എന്താ പറയാ, ശരിക്കും എപ്പോഴും ഹസീന്റെ ക്ലാസ് വല്ലാത്ത എന്താ പറയാ മൂർച്ച കൂട്ടലാണ് ഈമാനിന്. ഇന്ന് ഒന്നുകൂടെ കൂട്ടി. അപ്പൊ ഞാന് അതിലിങ്ങനെ ലയിച്ചു പോയി. അപ്പൊ ഞാൻ അറിയാതെ ആലിമ്രാൻ എടുത്തോന്ന് വെച്ചിട്ട് ചോദിച്ചതാ. ഒരു കുഴപ്പമില്ല റഷീദത്ത. മാഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. ഹസീന്റെ അസുഖം ഹസീന്റെ ഇതുപോലെ അസുഖം പറയാൻ വെമ്പൽ കൊള്ളുന്ന കുറെ ആൾക്കാരുണ്ട്, അൺമ്യൂട്ട് കിടക്കുന്നുണ്ടാവും. അതെ എല്ലാരും അതെ ഇങ്ങനെ അതെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായി എന്തെങ്കിലുമൊക്കെ പറയാൻ. അതെ അതെ. അവരുടെ ഒരു സൗണ്ട് എന്നോണാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കുന്നു. അള്ളാഹു എളുപ്പം എന്താ ശല്യമായോന്ന് അതൊരു സംശയവും. എന്നാലും അള്ളാഹു എളുപ്പം മാറ്റിത്തരട്ടെ, കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ അല്ലേ.
തീർച്ചയായിട്ടും. ഹസീന്റെ അസുഖങ്ങൾ അള്ളാഹു വേഗം ഭേദമാക്കി തരട്ടെ. അങ്ങനെ ഭയങ്കര അസുഖമൊന്നും ഇല്ല റഷീദത്ത, ഇതൊരു തുമ്മലാണ്, അത് ഈ ചെറിയൊരു അലർജി. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഹസീൻ. നമുക്ക് ഇല്ല. ഇപ്പൊ വലിയ ഒരു അസുഖം വന്നു, കാലുവേദന വന്നു, നമ്മൾ കുറച്ചു നേരം അവിടെ ഇരിക്കുക, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ അതെ ഇതുകൊണ്ട് നമ്മൾ ഇരിക്കൂല്ല, പക്ഷെ ഇതിങ്ങോട്ട് പോകൂല്ല, അതാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രാർത്ഥിക്കണം എന്നല്ലേ ഹസീൻ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാഷാ അല്ലാ, ബാറക്കല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് സൂറത്ത് ആൽ ഇംറാനിലേക്ക് കടക്കാം. ഈ ഒരു ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇപ്പൊ നമ്മൾ ഏകദേശം എത്ര ആയത്തെ എടുത്തേ ഓർക്കുന്നുണ്ടോ റഷീദത്ത? ഇല്ല ഹസീൻ, ഞാൻ ചിലപ്പോഴൊന്നും കേറാൻ പറ്റാറില്ലല്ലോ. 150 എടുക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത് മുതൽ പറയാം ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. റെക്കോർഡിംഗ് മാറ്റണ്ടാലോ? വേണ്ട വേണ്ട, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോയിക്കോട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. بل الله مولاكم وهو خير الناصرين. سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين. അതുവരെ എടുത്ത് നമുക്ക് തോന്നി ഇനി ഈ വലിയൊരായത്താണ് എടുക്കാനുണ്ടായത്. എന്നാലും 149 മുതൽ തന്നെ ജസ്റ്റ് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലേ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, എന്താണ്, നിങ്ങൾ സത്യനിഷേധികളെ അനുസരിച്ച് പോയാൽ അവർ നിങ്ങളെ എന്താക്കും, പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, സത്യനിഷേധികളെ വല്ലാതെ അനുസരിക്കാൻ പോകണ്ട. അല്ലെ, നമ്മള് എപ്പോഴും വിശ്വാസികളെ അനുസരിക്കാം. അതായത് ഇത് അന്ന് അവിടെ ഉണ്ടായിരുന്ന, മദീനയിൽ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾക്കുള്ള ഒരു താക്കീതാണ് അല്ലെ. അവിടെ ജൂതന്മാരും നസാറാക്കളും ഉണ്ടായിരുന്നു അല്ലെ, അതുപോലെ മുനാഫിഖീങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്ന ആളുകള് വിശ്വാസത്തിലേക്ക് വന്നപ്പോഴും അവരെ അനുസരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായി എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എന്താക്കണ്ട, അവരെ വല്ലാതെ നിങ്ങൾ അനുസരിക്കണ്ട. കാരണം അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ, അവര് നമ്മളെ പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകും. അന്നേരം നമ്മൾ നഷ്ടക്കാരായി പോകും. ഇത് അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നും നമുക്ക് എന്താണ്, നമ്മളെ മേലെ ബാധ്യത തന്നെയാണ്. നമ്മളെ മേലെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. നമ്മളെ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരാളുമായിട്ട് നമ്മൾ എന്താക്കണ്ട, കൂട്ടുകൂടണ്ട, അനുസരിക്കണ്ട, അവരുടെ കൂടെ നിൽക്കണ്ട. നമ്മൾ നല്ല ആളുകളുമായി കൂട്ടുകൂടാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലേ, ബലില്ലാഹു മൗലാക്കും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത്, നിങ്ങളുടെ മൗല അല്ലെ. നമ്മളെ യജമാനൻ അള്ളാഹു ആണ്. വഹുവ ഖൈറുൻ നാസിരീൻ, അവനാകുന്നു സഹായികളിൽ ഉത്തമൻ. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടണ്ട. അതായത് ഈ സത്യനിഷേധികളായ ആളുകളെ നമുക്ക് ഒരിക്കലും ആവശ്യമേ ഇല്ല. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരാൻ ആരുണ്ട് നമുക്ക്, നമ്മുടെ റബ്ബുണ്ട് അല്ലെ. ആ റബ്ബിനെ മാത്രം നമ്മള് അർപ്പിക്കുക, റബ്ബിലെ നമ്മളെ ഏൽപ്പിക്കുക. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഏൽപ്പിക്കുക. അള്ളാഹു തആല ഏറ്റെടുക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലെ. അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു തന്നെ മതിയായവനാണ്. നമ്മളെ റബ്ബിലേക്ക് പൂർണ്ണമായി തവക്കുൽ ചെയ്യാം. അതിലിടക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഒരു ദുആ ചെയ്യാൻ അവര് എന്നോട് ദുആ പറഞ്ഞിട്ട്, ആ ദുആ ചെയ്യാൻ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് തന്നെ, ആ വോയിസ് കേൾക്കുന്നത് തന്നെ. അപ്പോ നമ്മളെ ഗ്രൂപ്പിലൊരു സഹോദരിന്റെ, അവരുടെ ഒരു ബന്ധുവാണ്, ഏകദേശം ഒരു 10-35 പ്രായമുള്ള ഒരു പെൺകുട്ടി. അവര് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവര് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്താണ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അവരുടെ ഹസ്ബൻഡിനും അസുഖമാണ്. ആള് ഗൾഫിലായിരുന്നു. ഇങ്ങനെ കുറച്ച് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അയച്ച് ചെറിയ 2 മക്കളാണുള്ളത്. ഇവർക്ക് പെട്ടെന്ന് ഇവര് ഷുഗർ ഉണ്ടായിട്ട് അത് ആരോടും പറയാതെ മറച്ചു വെച്ചു, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒക്കെ മാറി മറിഞ്ഞ് അസുഖമൊക്കെ കൂടുതലായി.
ഈ ഭാര്യക്ക് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് നാട്ടിലേക്ക് വന്നു. പക്ഷെ അവരും അസുഖബാധിതനാണ്. പക്ഷെ എന്താ പറയാ, ഈ മാനസികമായി ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ വല്ലാണ്ട് തകർന്നിട്ട് അവരും ആകെ നല്ലൊരു പ്രയാസത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അല്ലെ. അവർക്ക് ഹൈറായത് ഉത്തമമായത് അള്ളാഹു പകരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നുവെച്ചാൽ അവരെ ഈ ഒരു അസുഖമായിട്ടുള്ള ഈ ഒരാളെ ഏറ്റെടുക്കാനും ആൾക്കാർ വേണ്ടേ. ഒരു പെണ്ണ് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അള്ളാഹു എന്താ പറയാ, യുവാവിന് അള്ളാഹു നല്ലൊരു ഇണയെ തന്നെ അള്ളാഹു പകരം കൊടുക്കട്ടെ. അമീൻ. ആ കുടുംബത്തിനേറ്റ ആ പ്രയാസങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അള്ളാഹു ഉണ്ട്, നിങ്ങൾക്ക് രക്ഷാധികാരിയായിട്ട് അള്ളാഹു ഉണ്ട് അല്ലെ. അവന് നമ്മളെ സഹായിക്കുന്നതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അവൻ തന്നെയാണ്. നമുക്ക് എന്ത് സഹായം നൽകാൻ എല്ലാ നിലക്കും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അല്ലെ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്. അവിശ്വാസികളായ സത്യനിഷേധികളുടെ മനസ്സിൽ അള്ളാഹു തആല എന്താണ്, ഭയം ഇട്ട് കൊടുക്കും. പിന്നെ അത് എന്ത് കാരണത്താലെന്ന് വെച്ചാൽ അള്ളാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെ അവർ അള്ളാഹുവിനോട് പങ്കുചേർത്തതിന്റെ ഫലമായിട്ട് അവർക്ക് എപ്പോഴും ഭയമായിരിക്കും. ശരിക്കും വിശ്വാസം ശരിയല്ലാത്ത ആളുകൾക്ക് എപ്പോഴും ഭയമായിരിക്കും അല്ലെ, പേടിയായിരിക്കും. അതെന്താ, അതങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, ഇതുകൊണ്ടായിരിക്കും. എപ്പോഴും പേടിയും ആകുലതയും വ്യാകുലതകളായിരിക്കും. എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിനിന് എന്താക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല അല്ലെ. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഒന്നിനും ടെൻഷൻ ആവണ്ട. കാരണം എന്താ, ഇത് എന്റെ റബ്ബിന്റെ തീരുമാനം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങള് ഇങ്ങനെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തോ നമ്മുടെ വീട്ടിൽ കുറെ പൂച്ചകളുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം കുറെ. അപ്പം അതില് ചെറിയൊരു കുഞ്ഞിപ്പൂച്ച മിഞ്ഞാന്ന് നായ പിടിച്ചിട്ട് അത് നമ്മൾ കണ്ടിട്ടില്ല. അത് പുറത്തെങ്ങാനും പോയ സമയത്താന്ന് തോന്നുന്നു. 2 ദിവസമായി ആ കുഞ്ഞിനെ കാണാതെ. എങ്ങനെ അവിടെ പോയി റബ്ബേ, അത് എവിടെ പോയി ഇങ്ങനെ വിചാരിക്കുന്നു. ആയിഷക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ്. അപ്പം ഇന്നലെ അടുക്കളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളപ്പിലേക്ക് നോക്കുന്ന സ്ഥലത്ത് ദൂരത്തുണ്ട് ഒരു വെള്ള കളർ ഇങ്ങനെ കാണും. അപ്പൊ എനിക്ക് എന്തോ തോന്നി. അത് അങ്ങനെ പോയി നോക്കുമ്പോണ്ട് കുറച്ചധികം സ്ഥലമുണ്ട് ബാക്കിൽ. അപ്പൊ അങ്ങനെ പോയി നോക്കുമ്പോൾ അത് അവിടെ ചത്ത് കിടക്കുന്നു. കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ആ കാര്യം ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, പുറത്ത് എല്ലാരും കൂടി ഉണ്ടായപ്പോന്ന് തോന്നുന്നു പെട്ടെന്ന് നായ വന്നപ്പോ പെട്ടെന്ന് അത് പുറത്തേക്കാൻ തോന്നുന്നു, അത് ഉള്ളിൽ കയറാൻ കഴിയാണ്ട്. അന്നേരം മൂപ്പർ എന്നോട് പറയുന്നത്, പള്ളിയിൽ നിന്ന് ഉസ്താദ് ക്ലാസ്സിൽ ഒരു ഹദീസ് വായിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി, പെട്ടെന്ന് നമ്മൾ പറയാൻ പറ്റൂല, പെട്ടെന്ന് സംഭവിച്ചതാന്ന് പറയാൻ പറ്റൂല. ഇത് നേരത്തെ അള്ളാഹു തീരുമാനിച്ചതാണ്. അത് സംഭവിക്കാൻ അള്ളാഹു തീരുമാനം ഉണ്ടായിനി, അത് സംഭവിച്ചു. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പെട്ടെന്നല്ല, അത് അള്ളാന്റെ പ്ലാനിങ്. അത് അവർക്ക് അതിനത്ര ആയുസല്ല ഭൂമിയിൽ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പൊ ശരിക്കും അത് ഒരു പാഠമായി ശരിക്കും. അതായത് ഒരു വിശ്വാസിക്കല്ലേ എന്തും അത് അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ, സമാധാനല്ലേ. അൽഹംദുലില്ലാഹ്, അതിലെന്തോ അള്ളാന്റെ ഖൈറുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രയാസം, നമ്മൾ ഒരു വേദന ആയിക്കോട്ടെ അല്ലെ, ഒരു രോഗമായിക്കോട്ടെ, എന്താ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് വലിയൊരു ആശ്വാസം ഇതില്ലേ, റബ്ബിന്റെ തീരുമാനമാണത്. കാരണം അള്ളാന്റെ തീരുമാനം ഇല്ലാണ്ട് ദുനിയാവിൽ ഒന്നും നടക്കൂല അല്ലെ. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നവരല്ലേ നമ്മളെല്ലാരും. അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ ഭയം അള്ളാഹു താല സത്യനിഷേധികളുടെ മനസ്സിലാണ് അള്ളാഹു താല ഇട്ട് കൊടുക്കുന്നത്. എന്താ കാരണം വെച്ചാൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർത്ത് അല്ലെ. അള്ളാഹു ഒരു തരത്തിലും ഒരു പ്രമാണത്തിലും ഒന്നിലും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കൾ അവര് അള്ളാഹുവിൽ പങ്കു ചേർത്തതിന്റെ ഫലമായിട്ട് അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയം ഇട്ടുകൊടുത്ത് മാത്രമല്ല, അവർക്ക് പരലോകത്ത് അവരുടെ സങ്കേതം എന്താണ്, നരകമായിരിക്കും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതെത്ര മോശം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമ്മള് ഓരോ കാര്യവും ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ഇവരെ കുറ്റപ്പെടുത്തി കുറെ പഴിചാരി ഇല്ലേ, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആവുമോ, അത് അവളെ കൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇവരെ കൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇങ്ങനെ കുറേ ടെൻഷൻ അടിച്ച് വിഷമിച്ച് എന്തിന് ല്ലേ. ഇതിപ്പോ അൽഹംദുലില്ലാഹ്, അത് അങ്ങനെയാണ് അതിന്റെ തീരുമാനം, അത് നടപ്പിലായി, അത്രേ ഉള്ളൂ. അല്ലെ. അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും, അസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും. അങ്ങനെയല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് അല്ലെ. നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അത് നമുക്ക് ഖൈറായിരിക്കൂല, ഷർറായിരിക്കും. ചിലത് നമ്മൾ വെറുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അതായിരിക്കും നമുക്ക് ഖൈർ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് അറിയൂല, നിങ്ങൾ അറിയാത്തവരാണ്. നമുക്കറിയില്ല. നമ്മളെ അറിവിനും കഴിവിനും എല്ലാത്തിനും എന്തുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്.
അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ വിശ്വാസം, അള്ളാഹുലുള്ള വിശ്വാസം നമ്മൾ എത്രത്തോളം, എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഓരോരുത്തരും ഓരോ ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലെ? എന്തെങ്കിലും എല്ലാം ആയിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവര് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവും. ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. എന്തോ അല്ലെ കരുതിയിരിക്കണം എന്ന് പറയാം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, അത് നമ്മളെ റബ്ബിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അങ്ങനെ വിശ്വസിക്കാം. അപ്പം സത്യനിഷേധികളുടെ സങ്കേതം എവിടെയാണ്? അത് നരകമാണ്. ആ സങ്കേതം അതെത്ര മോശം, അതെത്ര മോശം അല്ലെ? വബിഅസ മസ്വദ്ദാലിമീൻ, അക്രമികൾക്കുള്ള ആ സങ്കേതം അതെത്ര മോശമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മള് പരിശുദ്ധ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണിത് അല്ലെ? സ്വർഗപ്രവേശനം, നരകമോചനം. പരിശുദ്ധ റമളാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ? ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാപം പൊറുക്കപ്പെടാത്ത നിലയിൽ ഒരാളും പരിശുദ്ധ റമളാനിലേക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴേ തുടങ്ങിക്കോ. നോമ്പ് എത്തിയിട്ട് തൗബ ചെയ്യുക, നോമ്പ് തുടങ്ങിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാന്നൊന്നും ആരും വിചാരിക്കണ്ട. തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നല്ലപോലെ ചെയ്ത് മനസ്സും ശരീരവും ഒക്കെ ക്ലിയർ ആക്കി ശുദ്ധമാക്കിയിട്ട് തന്നെ റബ്ബിന്റെ ആ ഒരു സമ്മാനം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു താല അടുത്ത ആയത്ത് എന്താ പറയുന്നറിയോ? വലഖദ് സദഖകുമുല്ലാഹു വഅദഹു വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنه ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. ഈ ആയത്ത് ഞാൻ പറഞ്ഞെന്നൊക്കെ തോന്നുന്നു. നേരത്തെ പഠിച്ചത് കൊണ്ടും ഇടയ്ക്ക് പാരായണം ചെയ്യുന്നത് കൊണ്ടും ചിലപ്പോ അങ്ങനെ പരിചയം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പറയാം, പറഞ്ഞ പോലെ ഒരു ഓർമ്മ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അള്ളാഹു അവന്റെ വാഗ്ദാനം അത് പാലിച്ചിട്ടുണ്ട്. സത്യം അല്ലെ? ആ സത്യം പാലിച്ചിട്ടുണ്ട്. വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന സമയത്ത്. ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ, എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ അന്യോന്യം പിണങ്ങുകയും ആ ഒരു ഇത് ചെയ്യുന്നു. അതുപോലെ വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നേട്ടം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് എതിരായത് കാര്യങ്ങൾ. ഇത് ഏതാ സന്ദർഭം? ഏതാണ്? ഉഹദിലെ, ഉഹദിന്റെ രണാങ്കണത്തിലെ ആ കാഴ്ചകൾ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തില് മുസ്ലിമീങ്ങൾക്ക് പരാജയം ഏൽക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് അള്ളാഹു ബദറിൽ അള്ളാഹു താല എന്താക്കിയിട്ടുണ്ട്? അല്ലെ, അവരെ ആ ആത്മാർത്ഥതക്കും അവരുടെ ഇതിനും അള്ളാഹു വിജയം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉഹദില് അവര് വിജയത്തോടടുത്ത സമയത്ത് ഗനീമത്ത് സ്വത്തുകൾ ആളുകൾ ശേഖരിക്കുന്ന കണ്ടപ്പോ മലമുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? പഠിതാവ് അവിടെ എഴുതിയിടുന്നു 154 ആണ് ഇനി എടുക്കാനുള്ളത്. അത് ശരി. ഓക്കെ. ഏതായാലും ഇത് പറയുമ്പോ ഷാഹിത്താവും എന്തോ മെസ്സേജ് ചെയ്തിരുന്നു, അത് വലിയ ആയത്ത് അങ്ങനെ എന്തോ. പക്ഷെ ഷാഹിത്താൻ ഇവിടെ കാണുന്നുമില്ല, ഹോസ്റ്റാക്കാന്ന് വെച്ചു. ശരി. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു ആയത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം ഹസി. ഈ എത്തവക്കലുൽ മുത്തവക്കിലൂൻ അല്ലേ? അപ്പോഴേ ഹസി പറഞ്ഞ ഒരു സന്ദർഭത്തിന് ഈ ആയത്ത് ഉദാഹരണല്ലേ? വരമേൽപ്പിക്കാൻ അതെ മതിയായവനാണ്. അതെ, അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്ത് ആ തവക്കലുള്ളവർക്ക് ആ അള്ളാഹു മതിയായവനാണ്. അങ്ങനെയല്ലേ? ഇങ്ങനെയാണ് അതിന്റെ. അതെ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ഉഹദിന്റെ ആ ഒരു സന്ദർഭം അല്ലെ, അവര് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പെട്ടെന്ന് ഒരു മറന്നു, ഒരു അനുസരണക്കേട് അവിടെ വന്നു. താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവര് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ശത്രുപക്ഷത്തു നിന്നും പിറകിലൂടെ ആക്രമണം വന്നു. അങ്ങനെയാണ് എന്തായത്? കാര്യങ്ങൾ ഇവർക്ക് എതിരായത്. എന്നിട്ട് അള്ളാഹു താല പറയുന്നുണ്ടല്ലേ, മിൻകും മൻ യുരീദു ദുനിയ വ മിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളില് ദുനിയാവ് ലക്ഷ്യമാക്കുന്നവരുണ്ട്, പരലോകം ലക്ഷ്യമാക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു
പിന്തിരിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്, അങ്ങനൊക്കെ ആണെങ്കിലും വലഖദ് അഫാ അൻകും, നിങ്ങൾക്ക് അള്ളാഹു തആല മാപ്പ് നൽകിയിട്ടുണ്ട്, പുറത്തു തന്നിട്ടുണ്ട്. വല്ലാഹു ദൂ ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് അള്ളാഹു ഏറെ ഔദാര്യം കാണിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വീഴ്ച വന്നെന്ന് വെച്ചിട്ട് അവരെ അള്ളാഹു തആല എന്താക്കിയിട്ടില്ല, പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു, അള്ളാഹു അവരോട് കാരുണ്യം ചെയ്തു, ഔദാര്യം ചെയ്തു. പിന്നീട് അവർക്ക് വിജയം തന്നെ ആയിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് എവിടെയാണ് നമുക്കിത് ഇതെല്ലാം ഒരു പാഠങ്ങളാണ് ജീവിതത്തിൽ. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളായിരുന്നു അല്ലെ. പക്ഷെ അവർക്ക് വീഴ്ച വന്നപ്പോ അള്ളാഹിന്റെ പരീക്ഷണം വന്നു അല്ലെ. പക്ഷെ അവർക്കത് ബോധ്യപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, അവർക്ക് പുറത്തു കൊടുത്തു, അവരെ പിന്നെ ശരിയായ വഴിയിലേക്ക് അള്ളാഹു തആല നയിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അടിയേൽക്കുമ്പോൾ ഇത് റബ്ബിൽ നിന്നുള്ള ഒരു അടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം, നമ്മളെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിയാ. എന്തോ ഒരു വീഴ്ച നമ്മൾ സംഭവിച്ചിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം അല്ലെ. എന്റെ റബ്ബിന് എന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നതെന്ന് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, മാറാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അള്ളാഹു എന്താണ്, വല്ലാഹു ദൂ ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് ഏറെ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അള്ളാന്റെ ആ ഫദ്ല് അല്ലെ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞിട്ടില്ലേ. അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോയേനെ. അപ്പൊ അള്ളാന്റെ റഹ്മത്ത്, അള്ളാന്റെ ഫദ്ല് അതുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഔദാര്യവാനുമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അടുത്ത ആയത്ത് എന്താ പറയുന്നത്, ഒരു ഓടി تصعدون ولا تلوون على أحد إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എന്താ പറയുന്നത്, നിങ്ങൾ അല്ലെ ആരെയും തിരിഞ്ഞു നോക്കാതെ ആ പടക്കളത്തിൽ നിന്ന് കയറിയിരുന്ന ആ ഒരു സന്ദർഭം ഓർക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ അല്ലെ റസൂൽ യദ്ഉകും ഫീ ഉഖറാകും, നിങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ അല്ലെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കയറുന്ന സന്ദർഭം അള്ളാഹു തആല പറയുന്നതാ, ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, അങ്ങനെ നിങ്ങളെ അള്ളാഹു തആല ദുഃഖത്തിന് മേൽ ദുഃഖം പ്രതിഫലമായി നൽകി. ലികൈ ലാ തഹ്സനു അലാ മാ ഫാതകും വലാ മാ അസ്വാബകും, എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, അതായത് നഷ്ടപ്പെട്ടു പോകുന്ന നേട്ടത്തിന്റെ പേരിലോ നിങ്ങളെ ബാധിക്കുന്ന ആപത്തിന്റെ പേരിലോ നിങ്ങൾ ദുഃഖിക്കുവാൻ ഇടവരാതിരിക്കുവാൻ വേണ്ടിയാണിത്. സുബ്ഹാനല്ലാഹ്. അതായത് നമുക്ക് കുറെ കിട്ടാൻ പോകുന്നതില് പിന്നെ നിങ്ങൾ എന്താക്കണ്ട, നേട്ടത്തിന്റെ പേരില് അല്ലല്ല അവിടെ പൊക്കി വെച്ച നഷ്ടപ്പെട്ടു പോകുന്ന നേട്ടത്തിന്റെ പേരിൽ നമ്മൾ എന്താക്കണ്ട, പിന്നെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആപത്ത് ബാധിക്കുന്നതിന്റെ പേരിൽ ഒന്നിനും നമ്മൾ എന്താക്കണ്ട, ദുഃഖിക്കാൻ ഇടയാവരുത് എന്നാണ്. കാരണം വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നേരത്തെ പറഞ്ഞത് ഇവിടെ കണക്ട് ചെയ്യാം അല്ലെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിന്റെ അറിവില്ലാതെ ഒന്നും ഈ ദുനിയാവിൽ നടക്കൂല, സംഭവിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ നമ്മൾ അടിവരയിട്ട് നമ്മളെ മനസ്സിൽ അത് കോറിയിടണം. നമ്മള് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നമ്മൾ പറയുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ, എന്താണ് അതിന്റെ അർത്ഥം അല്ലെ. നമ്മളെ കൈ നമ്മളെ ഓരോന്നും നമ്മളെന്തും ഒരു ചലിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഒരു കാലടി മുന്നോട്ട് വെക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നമുക്ക് സാധിക്കൂല എന്നാണ്. അപ്പൊ അത് നമ്മളിൽ ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അള്ളാഹിന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അള്ളാഹിന്റെ അറിവോട് കൂടിയല്ലാതെ, അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി. അപ്പൊ അള്ളാഹിന്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരും. അപ്പൊ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ ഔദാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താകണം, നമ്മളെ മുത്തഖീങ്ങളാകണം, നമ്മളെ മുഅ്മിനീങ്ങളാകണം, നമ്മളെ മുഹ്സിനീങ്ങളാകണം, നമ്മളെ മുസ്ലിമീങ്ങളാകണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ പറഞ്ഞ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഏത് ഗ്രൂപ്പാണ്, നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്?
ഏത് ഗ്രൂപ്പാ നമ്മളോട് ചോദിക്കുന്നത് അല്ലെ? പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പിന്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാരോടുമായിട്ട് പറയാം, നമ്മള് ആര് ഗ്രൂപ്പാ? നമ്മൾ അള്ളാന്റെ റസൂലിന്റെ ഗ്രൂപ്പ് ആകണം അല്ലെ? നമുക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളാകാൻ കഴിയണം. അള്ളാഹു അങ്ങനെ അല്ലെ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായിട്ട്, യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികളായി ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ, ഒരു തിന്മയുടെയും വക്താക്കളാവാതെ, ഒരു എന്താ പറയാ അല്ലെ പൈശാചികതയുടെയും പിന്നാലെ പോകാതെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അനുയായികളായി ഈ ദുനിയാവിൽ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ, ആളുകളിലേക്ക് ദഅവത്ത് എത്തിക്കാൻ അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിർത്തണേ റഹ്മാനെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇനി രാവിലെ അഖീദ ക്ലാസ്സിൽ ആയിഷ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? എല്ലാരും ഇത് ഏറ്റെടുത്തിട്ട് ഓരോരുത്തരും ദായികളായിട്ട് ഈ വിഷയം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നമ്മളെ വിശ്വാസം നമ്മൾ ആദ്യം ശരിയാക്കണം, എന്നിട്ട് അത് നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. നമുക്ക് കിട്ടിയ അറിവ് അതെങ്ങനെയൊക്കെയാണോ പറ്റുക, അത് നമ്മളെ മേലൊരു ഉത്തരവാദിത്തമായി മാറി. നമ്മൾ കേൾക്കാൻ, നമ്മൾ നന്നാകാൻ, നമ്മൾ ചെയ്യാൻ മാത്രം പോരാ. നമ്മൾ എന്താക്കണം? നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, പകർന്നു കൊടുക്കുന്നവരാകണം. സ്വന്തം പോക്കറ്റ് മാത്രം വീർപ്പിച്ചാൽ മതിയാ അല്ലെ? എല്ലാവർക്കും കൊടുക്കണ്ടേ? നമുക്ക് ദുനിയാവിന്റെ എന്ത് കിട്ടിയാലും നമ്മളെല്ലാവർക്കും കൊടുക്കുന്നില്ലേ? പിന്നെ പരലോകത്തിന്റെ ഇത് കിട്ടിയാൽ എന്തിനാ നമ്മള് പിശുക്ക് കാണിക്കുന്നത്? എത്തിച്ചു കൊടുക്കാം. ആ വഴിയിൽ ഇറങ്ങുമ്പോ പലതും കേൾക്കേണ്ടി വരും, പലതും അനുഭവിക്കേണ്ടി വരും. പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അള്ളാഹു സഹായിക്കും, തീർച്ചയായിട്ടും സഹായം അള്ളാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മാറ്റങ്ങൾക്ക് നമുക്ക് വിധേയമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. അള്ളാഹു ഖബീറും ബിമാ തഅമലും. അല്ലെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. ആദ്യം ഒന്ന് ഈ ആയത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് ഓരോ വാക്കായിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم. അല്ലെ, പിന്നീട് ആ ദുഃഖത്തിന് ശേഷം അല്ലാഹു തആല നിങ്ങൾക്കൊരു നിർഭയത്വം അഥവാ മയക്കം ഇറക്കി തന്നു. മയക്കം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ്. ആ മയക്കം നിങ്ങളിൽ ഒരു വിഭാഗത്തെ പൊതിയുകയായിരുന്നു. വേറൊരു വിഭാഗമാകട്ടെ സ്വന്തം ദേഹങ്ങളെ പറ്റിയുള്ള ചിന്തയാൽ അസ്വസ്ഥരായിരുന്നു. സ്വന്തം ദേഹങ്ങളെ പറ്റിയുള്ള ചിന്തയാൽ അസ്വസ്ഥരായിരുന്നു. അള്ളാഹുവെ പറ്റി അവർ ധരിച്ചിരുന്നത് സത്യവിരുദ്ധമായ അനിസ്ലാമികമായ ധാരണയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അവര് സത്യവിരുദ്ധമായ അനിസ്ലാമികമായ ഒരു ധാരണയായിരുന്നു അവർ വെച്ച് പുലർത്തിയിരുന്നത്. അവർ പറയുന്നു, കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനമുണ്ടോ? നബിയെ പറയുക. അവര് ചോദിക്കുന്നില്ലേ, അത് അഹമ്മത്ഹും അൻഫുസുഹും യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈഇൻ ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. അവര് ചോദിക്കുന്നത് അള്ളാഹുവിന് നമ്മുടെ കാര്യത്തില് അല്ലെ നമുക്ക് വല്ല കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനം ഉണ്ടോ? അപ്പം അള്ളാഹു തആല പറയുന്നു, നബിയെ പറയുക, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. എല്ലാ കാര്യം എല്ലാം എന്താണ്? അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു. നമ്മൾ വന്ന വിഷയം അതന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നു. നോക്കിയാട്ടെ, കുല്ലഹു ലില്ലാഹ്, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു. യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക്. എന്താ പറയുന്ന വെച്ചാല്, നിന്നോടവർ വെളിപ്പെടുത്തുന്നതല്ലാത്ത മറ്റെന്തോ അവരെന്താക്കുന്നുണ്ട്, അവരുടെ മനസ്സുകളിൽ അവർ ഒളിച്ചു വെക്കുന്നുണ്ട്. യുഖ്ഫൂന ഫീ അൻഫുസിഹിം, അവരുടെ ഹൃദയത്തിൽ, അവരുടെ നഫ്സിൽ അവരെന്താക്കുന്നു, മറച്ചു വെക്കുന്നു. മാ ലാ യുബ്ദൂന ലക്,
നിന്നോട് പറയാത്ത, നിന്നോട് വെളിപ്പെടുത്താത്ത പലതും എന്തൊക്കെയോ അവരെന്താക്കുന്നു, അവരുടെ മനസ്സിൽ അവര് ഒളിച്ചു വെക്കുന്നു. അവര് പറയുന്നു, എന്താ പറയുന്നത്, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. അവര് പറയുന്നു, കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവും ഉണ്ടായിരുന്നുവെങ്കിൽ നാം ഇവിടെ വെച്ച് ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. അല്ലെ നബിയെ പറയുക. എന്നേരം അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നാൽ പോലും, സ്വന്തം വീടുകളിലായിരുന്നാൽ പോലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം, നിങ്ങൾ നിങ്ങളെ സ്വന്തം വീടുകളിലായിരുന്നാൽ പോലും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ, അല്ലെ, അവര് തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു. അവിടെ നമ്മൾ പറയലില്ലേ, ഓരോരോ ആൾക്കാര് ഒരു സ്ഥലത്ത് നിന്ന് മരിക്കുമ്പോ അത് മരിക്കാനായിട്ട് അവിടെ പോയ പോലെ, അങ്ങനെ പറയൂലേ നമ്മള്. അവിടെ എത്തിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയരും അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു, അങ്ങനെ നമ്മൾ അതിശയത്തോടെ പറയൂലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എങ്ങനെ അവർ മരിക്കണം, അവർ കൊല്ലപ്പെടണം, അള്ളാന്റെ തീരുമാനം ഉണ്ടാകുമ്പോ അവിടത്തേക്ക് അത് എത്തുന്ന പറയുന്നു. നിങ്ങൾ നിങ്ങളെ സ്വന്തം വീടുകളിലായിരുന്നാൽ പോലും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതിങ്ങനെയെല്ലാം എന്തിനാ അള്ളാഹു തആല ആക്കുന്നത് എന്ന് വെച്ചാല്, വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും. എന്തിനാണ്? പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെ. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിലുള്ളത് എന്താന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടും, പിന്നെ വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയത്തിലുള്ളത് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ഓരോ കാരണങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വല്ലാഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ആകെ തുക ഈ ആയത്തിലുണ്ട്, അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൊത്തത്തിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ് അവിടത്തേക്ക് എത്തിച്ചില്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും പിന്നെ ഉഹുദില് പിന്നെ വിശ്വാസികൾക്ക് അവിടെ ഒരു പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് തന്നെ അവർക്ക് ഒരു സമാധാനം നൽകിയെന്നാ പറയും. അതാണ് ആ ഒരു സുമ്മാൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസൻ. ആ ഒരു സമാധാനം, ആ ഒരു ശാന്തി, മനസ്സമാധാനം അല്ലാഹു തആല, അല്ലെ, അവർക്ക് ഒന്നും ബാധിച്ചിട്ടില്ലാത്ത പോലെയുള്ള ഒരു സമാധാനം, സ്വസ്ഥത അല്ലാഹു തആല നൽകി എന്ന് പറയുന്നു. പിന്നെ അവർക്ക് അല്ലാഹു തആല ഒരു ഉറക്കം, അല്ലെ, ഒരു എന്താ പറയാ, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെയുള്ള ഒരു ഇതവർക്ക് നൽകി. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആ ഒരു വേണ്ടാത്ത അനാവശ്യമായ ചിന്തകള്, ടെൻഷന്, അല്ലെ, അതെല്ലാം അല്ലാഹു തആല അവരിൽ നിന്ന് അല്ലാഹു തആല നീക്കി കളഞ്ഞു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഈ ഒരു ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു സ്വഹാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അബൂ ത്വൽഹത്തുൽ അൻസാരി, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് ശത്രുക്കളെ നിരന്തരമായ ആക്രമണം ഉണ്ടായ സമയത്ത് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ശത്രുക്കളെ എന്താ പറയുക ചെറുത്തു നിന്ന ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നത്, ഉഹുദിൽ ഞങ്ങളുടെ അണികളിൽ നിൽക്കെ തന്നെ ഞങ്ങൾക്ക് നിദ്രാമയക്കം ബാധിക്കുകയുണ്ടായി. അന്ന് ആ മയക്കം ബാധിച്ചവരിൽ ഒരാളായിരുന്നു ഞാനും. എന്റെ വാൾ എന്റെ കയ്യിൽ നിന്ന് വീഴുകയും ഞാൻ അത് കയ്യിലെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. പക്ഷെ അത് നിമിത്തം ഒരാളും തന്നെ എന്റെ തല തന്റെ പരിചയുടെ താഴേക്ക് ചരിയാതിരുന്നിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പിന്നെ ശരിക്കും അത് അവർക്ക് അല്ലാഹു തആല നൽകിയ ഒരു അസാധാരണമായ ഒരു അനുഗ്രഹമാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ഇല്ലാത്ത നല്ല വിശ്വാസികൾക്ക് മാത്രമാണ് അവർക്ക് ഈ ഒരു അനുഗ്രഹം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയുന്നത്. അല്ലാത്ത ആളുകൾ കപട വിശ്വാസികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക്
പിന്നെ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു താല മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് സംഭവിച്ചാലും അല്ലെ, ഇത് എല്ലാ റബ്ബിൽ നിന്നുള്ള തീരുമാനമാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളെ മുമ്പിൽ അള്ളാഹു താല ഇട്ട് നൽകുന്നത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടും പിന്നെ ചിലരെ അള്ളാഹു താല ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മനസ്സിനുള്ളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു. ആ റബ്ബിന്റെ നല്ല അടിമകളായി ദുനിയാവിൽ ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ അടുത്തറിയാനും അവന്റെ ഇഷ്ടദാസന്മാരായി ദുനിയാവിൽ ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാലിഹീങ്ങളായ അവന്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. പരിശുദ്ധ റമദാൻ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ. ഞങ്ങൾക്ക് ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കും പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗികളായി മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുവേ നീ ആശ്വാസവും സമാധാനവും നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. വീട്ടിലും എല്ലാം തന്നെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലതരം അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ ചിലര് രോഗികളായി നോമ്പെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നോമ്പെടുത്തതുപോലെയുള്ള പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ. നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിൽ അവർക്ക് വ്യാപൃതരാകാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت